ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ആദ്യത്തെ 2-3 മാസമൊക്കെ ഞാൻ 2-3 ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിമർശിച്ച് കളിയാക്കിയ കുറച്ച് ആൾക്കാർ. അത് ഞാൻ അറിഞ്ഞപ്പം എനിക്കുണ്ടായ വിഷമവും അത് മറ്റൊരാൾ വഴിയാണ് ഞാൻ അറിയുന്നത്. അതുമൂലം എനിക്കുണ്ടായ വിഷമവും കാര്യങ്ങളും അതെല്ലാം ഉൾക്കൊള്ളിച്ച് വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതൊക്കെ ഏകദേശം ഒരു 2-3-4 മാസം കഴിഞ്ഞു കേട്ടോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ, ഞാൻ എങ്ങനെയാണെന്നും എൻ്റെ സ്വഭാവം എന്നാന്നും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അവർ. പിന്നെ അവർക്കറിയാം ഇപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിനൊന്നും ആരുടെ അടുത്തും പോകാറില്ല. എനിക്കിപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് ഒരാളേ ഉള്ളൂ. അതിപ്പോഴും ആ ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് മഹിമ, അവളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിൽ പിന്നെ ഒരു ഫ്രണ്ട് ദീപ. ആ കൂടി 3 പേര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം അവർക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു ഗ്യാങ്ങിൽ പോയിരിക്കുകയോ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുകയോ കളിയാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു പ്രകൃതക്കാരിയല്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നുവെച്ചിട്ട് എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് എന്തോ വിഷമം, എനിക്ക് പെട്ടെന്ന് വിഷമമാവും കേട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പം. കാരണം ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വട്ടപൂജ്യത്തിൽ നിന്നാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. അവിടുന്നും ഇവിടുന്നൊക്കെ അറിവുകൾ ശേഖരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനും ഒക്കെ ഞാൻ എൻ്റേതായ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും മണ്ടത്തരങ്ങളൊക്കെ അതിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ അവർ കണ്ടിട്ടും അതൊക്കെ ഇവിടെ കേട്ടിട്ടും അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പം എനിക്ക് ഒരുപാട് വിഷമമായിട്ടോ. പക്ഷേ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടും അവർക്കത് മനസ്സിലായി. ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ സംഭവം അറിഞ്ഞെന്ന് വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഇടയ്ക്കൊക്കെ മെസ്സേജ് വരും. ഞാനും ക്യാഷ്വലായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കും. വളരെ പേഴ്സണലി മെസ്സേജ് അയക്കലൊന്നുമില്ല. എന്തേലും എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടിടത്ത് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അണ്ട് അവരുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കുകയോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പോകുമോ ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. എൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായെന്നുള്ള സത്യമാണ്. ഞാനത് ചിരിയോടെ അടുത്ത് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ അവരെന്നെ വിളിച്ചു. ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാക്കിലിനെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് വിഷമമായെങ്കിൽ സോറി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമായെന്നുള്ള സത്യമാണ്. കാരണം നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ഞാനെങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ പോയിരുന്ന് സംസാരിച്ച് പിന്നെ ആ ഒരു സംസാരത്തെക്കുറിച്ച് വിമർശിച്ച് കളിയാക്കുന്ന അങ്ങനത്തെ ക്യാരക്ടറൊന്നും എനിക്കില്ല. ഒരു സംസാരിച്ച് കഴിഞ്ഞ് അവിടെ അത് തീർന്നു. പിന്നെ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ആ ഒരു വ്യക്തിനെക്കുറിച്ച് കളിയാക്കുന്നു പറയുന്ന ആ ഒരു സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അവർക്ക് നന്നായിട്ട് അത് അറിയാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായെന്നുള്ള സത്യമാണ്. പക്ഷേ ഞാനത് മറന്നു എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് മനസ്സിലായി ഞാൻ ആര് വഴിയാണ് ഇത് അറിഞ്ഞതെന്നൊക്കെ അവർക്കറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങളിനി ഒരു ചോദ്യത്തിനോ ഒന്നിനും പോകണ്ട, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേരെ, എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം വീഡിയോസൊക്കെ നന്നാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞു കാണുന്നതിനും. കാരണം അവർ വീഡിയോസൊക്കെ എല്ലാ വീഡിയോസും കാണുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു കാര്യത്തിൽ അവരോട് എല്ലാപ്പോഴും നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇന്നലെ വിളിച്ച് അവരോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തോട്ടെ, ഏതായാലും ഇങ്ങനെയൊരു സംസാരം മൂലം എനിക്ക് വിഷമം ഉണ്ടായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ഏറ്റു പറഞ്ഞു, അപ്പോൾ എനിക്കുണ്ടായ സന്തോഷമാണ്. ആ സന്തോഷം ഞാൻ യൂട്യൂബിൽ വീഡിയോ ആക്കിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു വിഷമം മാത്രമേ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്കുണ്ടായൊരു ചെറിയ വിഷമം അതാണ്. അതിപ്പം വീണ്ടും സന്തോഷമായി മാറി. അവരെൻ്റെ അടുത്ത് വന്ന് എല്ലാം ഏറ്റു പറഞ്ഞു. എൻ്റെ അടുത്ത് മീൻസ് ഫോണിലൂടെയാണ് കേട്ടോ വിളിച്ച് ഏറ്റു പറഞ്ഞു. അപ്പം എനിക്കും ഒരുപാട് സന്തോഷം. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഏതായാലും ആ ഒരു ദുഃഖം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ആ സന്തോഷം, അതുമൂലം ഉണ്ടായ സന്തോഷവും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഏതായാലും അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. പുതുതായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഈ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവരും യൂണിക്കാണ്. പിന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വിഷമമാകുന്ന രീതിയിൽ പരമാവധി അഭിപ്രായം പറയൽ കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്നൊരു രീതിയിലുള്ള അഭിപ്രായം പറയലാണെങ്കിൽ, ഒരു സംസാരമാണെങ്കിൽ നമുക്കും ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ആ റിലേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്ന് വെച്ച് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഞാൻ എന്നാലും കാണുമ്പോൾ സംസാരിക്കും, ചിരിക്കും. അതൊക്കെ എൻ്റെ ഒരു നേച്ചറാണ് കേട്ടോ. ഓരോരുത്തർക്കും പലരും പല സ്വഭാവക്കാരാണ്. എന്നാലും ഞാൻ പരമാവധി ആരെയും അങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ കേട്ടോ ഭയങ്കര വല്ലാണ്ട് സങ്കടമായത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.